ഹലോ. അപ്പം ഞാൻ കൊച്ചിയിൽ നിന്ന് നമ്മളുടെ നാട്ടിൽ തലശ്ശേരിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ കഹാനി വീട്ടിലാണ്. വന്നപ്പോൾ തന്നെ എൻ്റെ പരിപാടി തുടങ്ങിക്കഴിഞ്ഞ്. അപ്പം നല്ല നാടൻ മാമ്പഴം കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മളുടെ പറമ്പിൽ പറിച്ചതാണ്. ഇപ്പം മാമിൻ്റെ പറമ്പിലുള്ള മാങ്ങയാണ്. അപ്പം ഇത് ഫുള്ള് ഇതിൻ്റെ മാങ്ങയാണ്. ഇതിൻ്റെ ഉള്ളിൽ ചെറുതേ ഉള്ളൂ കുരു, ബാക്കിയെല്ലാം ഇറച്ചിയാണ്. കണ്ടോ, വലിയ ഇത് കുറച്ച് ചെറുതാണ്. ഇത്രയും വലിപ്പമൊക്കെ ഉണ്ട് മാങ്ങക്ക്. അപ്പൊ ഞാൻ അതാണ് ആദ്യം മുറിച്ചിട്ട് പീസാക്കി. അപ്പോൾ ഞാൻ ഉപ്പിലിട്ട് വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ കൊച്ചിയിലേക്ക് പോകുമ്പോൾ എടുത്ത് കൊണ്ടുപോകാമല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ പീസാക്കാന്ന് വിചാരിച്ച് ഞാൻ പീസാക്കുകയാണ്. അപ്പോൾ എനിക്ക് ഉപ്പിലിട്ട മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഭയങ്കര പുളിപ്പാണ്. ഇത് പഴുത്തു കഴിഞ്ഞാൽ നല്ല മധുരമായിരിക്കും. ഭയങ്കര പുളിപ്പാണ്. ഇത് കുറച്ച് നോക്കിയ ഇച്ചിരി ഒരു മഞ്ഞിപ്പ് വന്നിട്ടുണ്ട്, പക്ഷെ എന്നാലും ഭയങ്കര പുളിപ്പാണ്. അതുകൊണ്ട് തന്നെ ഉപ്പിലിട്ടാനും അച്ചാറിടാനൊക്കെ ഭയങ്കര സൂപ്പർ മാങ്ങയത്. അപ്പോൾ എല്ലാവരും വിഷുവിൻ്റെയൊക്കെ പ്രിപ്പറേഷൻസും ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവും. വിഷുവിന് എന്തൊക്കെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വിഷു റെസിപ്പീസൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓലൻ പച്ചടി, കൂട്ടുകറി ഒക്കെ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾ വിഷുവിന് എന്തൊക്കെയാണ് ആക്കാൻ പോകുന്നതെന്ന് ഉണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് തലശ്ശേരി ടൈപ്പ് ഓലനും കൂട്ടുകറിയും പച്ചടിയൊക്കെ വെക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനലൊന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും വിഷു വരെ എന്തായാലും നാട്ടിൽ ഉണ്ട്. അപ്പോൾ കുറച്ച് ദിവസം വീട്ടിലിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീട്ടിൽ അമ്മേൻ്റെ നാടൻ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നാടൻ റെസിപ്പീസൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കുറച്ച് ദിവസം എന്തായാലും ഞാൻ നാട്ടിലുണ്ടാവും. അപ്പോൾ നമ്മളുടെ പറമ്പിലെ കുറച്ച് സാധനങ്ങളൊക്കെ പറിച്ച് റെസിപ്പീസൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ വരും. ഇനിയുള്ള ദിവസങ്ങളിൽ നാടൻ ഫുഡുകൾ നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് നാട്ടുവിശേഷങ്ങളൊക്കെ ഇനി വരും ദിവസങ്ങളിൽ കാണാം. അപ്പം ഞാനിത് എന്തായാലും ഇനി ഉപ്പിലിട്ട് വെക്കട്ടെ. അപ്പോൾ വെള്ളമൊന്നും ഒഴിക്കാതെ ഉപ്പ് മാത്രം ഇട്ടിട്ട് വലിയ ബോക്സിലാക്കി വെക്കണം. എന്നിട്ട് എല്ലാവരും വിഷുവൊക്കെ ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൽ ഇപ്പം തന്നെ പടക്കെല്ലാം പൊട്ടി തുടങ്ങി. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ പുതിയ പുതിയ റെസിപ്പീസ്, നാട്ടിലെ നാടൻ വിഭവങ്ങൾ വരും ദിവസങ്ങളിൽ കാണാം. ഇതായിരിക്കും. ബൈ. ബൈ.